പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന ഈ ചെറിയ സന്ദേശത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവിനെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന സർവശക്തനായ ദൈവം. അപ്പം നമ്മൾ ചിന്തിക്കും, രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ച് ഭാരം ചുമന്ന് വേദനപ്പെട്ട് കടന്നു വരുന്ന എന്നെ ആശ്വസിപ്പിക്കും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തിരുവചനം അതല്ല പറയുന്നത് കേട്ടോ. രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിക്കുന്ന നമുക്ക് ആശ്വാസത്തിന് കൂലി ലഭിക്കാറുണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഭാരം ചുമക്കുന്ന നമുക്ക് അതിനനുസരിച്ചുള്ള കൂലി വൈകിട്ട് കിട്ടാറുണ്ട്. പിന്നെ ദൈവാത്മാവ് അവിടെ ആശ്വസിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? നാം അധ്വാനിക്കുന്നതിൻ്റെ കൂലി നമുക്ക് വൈകിട്ട് കിട്ടുന്നുണ്ട്. നാം അതിൽ ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവം ഇവിടെ പറയുന്ന അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞത് മറ്റൊരു അർത്ഥത്തിലാണ്. അത് ഏതർത്ഥമാണെന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ അതിന് മനസ്സിലാക്കി തരാം. അതിനു മുന്നേ ഞാൻ ഒരു വാക്യം വായിക്കുകയാണ്. അവൾ വായിക്കുന്നു, അധ്വാനിക്കുന്നവരും, മത്തായി സുവിശേഷം 11:28 ആ വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പൊ ഏത് ആശ്വാസമാണ് എന്ന് ഇന്ന് രാത്രികാലം ഞാൻ ദൂത് വെളിപ്പെടുത്താം. യഹൂദ ന്യായപ്രമാണത്തിന്റെ കഠിനമായ ഭാരങ്ങളും ഏത് ഭാരം ഏത് അധ്വാനം ആണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് രാത്രികാലം വെളിപ്പെടുത്തുന്നത്. ഇവിടെ ചരിത്രം പഠിപ്പിക്കുന്ന യഹൂദ ന്യായപ്രമാണത്തിന്റെ കഠിനമായ ഭാരങ്ങളും മനുഷ്യൻ ഉണ്ടാക്കിയ മതാചാരങ്ങളുടെ ചുമടുകളും വഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ആരാ? യഹൂദന്മാർ. പണ്ടേ കാലത്തുണ്ടായിരുന്ന യഹൂദന്മാർ ന്യായപ്രമാണത്തിന്റെ കഠിനമായ ഭാരങ്ങളും മനുഷ്യനുണ്ടാക്കിയ മതാചാരങ്ങളുടെ ചുമടുകളും വഹിച്ചിരുന്നു. മത്തായി സുവിശേഷം 23:4. ആ ഭാരങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപബോധം, ജീവിതത്തിന്റെ കഷ്ടതകൾ, ആത്മീയ ക്ഷീണം എന്നിവയാൽ ഭാരപ്പെട്ടവരോടാണ് യേശു ഈ ക്ഷണം നൽകിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മീയ മേഖലകളിൽ കഷ്ടം സഹിച്ച, ആത്മീയ മേഖലകളിൽ ഭാരം ചുമന്ന, നിന്ദിക്കപ്പെട്ട, പരാജയപ്പെട്ട മേഖലകളിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന യഹൂദ ജനത്തോടാണ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാനിടയായിത്തീരും. ഇന്ന് രാത്രികാലം അതിനോടനുബന്ധിച്ച് ദൂത് വിളിച്ചു പറയാം. യഹൂദ ജനത്തെ പോലെ ദൈവത്തോട് ചേർന്ന് നിന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ കണ്ണുനീരൊഴുക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് കഷ്ടതകളും ഭാരങ്ങളും വേദനകളുമാണെങ്കിൽ സർവശക്തനായ ദൈവം നിന്നെ നോക്കി പറയുന്നു, ആ അനുഭവിക്കുന്ന വേദനകൾ കൊണ്ട് നീ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുവാനിടയായിത്തീരും.
നാം ചിന്തിക്കുന്നത് പോലെ പകൽക്കാലം 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ലോകപരമായി അധ്വാനിച്ചിട്ട് വരുന്ന അധ്വാനത്തിന്റെ ക്ഷീണം മാറ്റിത്തരാമെന്നല്ല ദൈവം പറയുന്നത്. അതിന് കൂലി 4 മണിയാകുമ്പോൾ നിന്റെ കരത്തിൽ കിട്ടും. അല്ലെങ്കിൽ മാസ സാലറി എടുക്കുന്നവരാണെങ്കിൽ മാസം സാലറി അക്കൗണ്ടിൽ വരും. നാം ആ അക്കൗണ്ടിലെ നന്മ കണ്ട് ആശ്വാസം കണ്ടെത്തും. ആ ആശ്വാസത്തെ കുറിച്ചല്ല ദൈവാത്മാവോട് പറയുന്നത്. ദൈവസന്നിധിയിൽ ക്രിസ്തുവിന്റെ സന്നിധിയിൽ പ്രത്യാശയോടെ നിന്നിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിന് വേണ്ടി ചുമൽ കൊടുത്തിട്ടും നീ കഷ്ടതകളാണ് അനുഭവിക്കുന്നതെങ്കിൽ, നീ വേദനകളാണ് അനുഭവിക്കുന്നതെങ്കിൽ, നീ നിരാശയാണ് അനുഭവിക്കുന്നതെങ്കിൽ, നീ ഭാരമാണ് അനുഭവിക്കുന്നതെങ്കിൽ, സർവശക്തനായ ദൈവം നിന്നെന്തൊക്കെ പറയുക, കരയേണ്ട കുഞ്ഞ്, വേദനപ്പെടേണ്ട കുഞ്ഞ്, നീ നിരാശപ്പെടേണ്ട കുഞ്ഞ്, നിന്റെ ഭാരം എന്താണോ, നീ വേദന അനുഭവിക്കുന്നത് എന്താണോ, അത് എന്റെ അടുക്കലേക്കൊന്ന് കൊണ്ടുവന്നാൽ നിന്റെ ഭാരത്തെ ഞാൻ മാറ്റിത്തരും, നിന്റെ വേദനയെ ഞാൻ മാറ്റിത്തരും, നിന്നെ ഞാൻ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണമുടയായിത്തീരും. ഇതാണ് സർവശക്തനായ ദൈവം പറഞ്ഞത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവിന് വേണ്ടി ചുമൽ കൊടുത്ത് നിൽക്കുമ്പോൾ, ശക്തമായി പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാതെ ഭാരം അനുഭവിക്കുമ്പോൾ, മറ്റുള്ളവരുടെ നിന്ദകളും പഴികളും കേൾക്കുമ്പോൾ, അതിന്റെ നടുവിൽ സർവശക്തനായ ദൈവം പറയുന്നു, നീ എന്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണമുടയായിത്തീരും. അങ്ങനെ വേദന അനുഭവിക്കുന്ന പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും ദൈവസന്നിധിയിൽ വാർദ്ധരിക്കപ്പെട്ടിട്ടും വേദനയാണ് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എങ്കിൽ, അങ്ങനെയുള്ള ദൈവവേദന നോക്കി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നീ എന്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുവാനിടയായിത്തീരും. ആശ്വാസം കണ്ടെത്തുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്തോത്രം.